കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ തട്ടിപ്പൊക്ക് ഇപ്പോൾ കർണാടകത്തിലാണ്. കർണാടകയിൽ ഫ്ളാറ്റ് തട്ടിപ്പ് വിവാദത്തിൽ കോൺഗ്രസ് വീണ്ടും പ്രതിരോധത്തിലാകുകയാണ്. ഇപ്പോൾ ആരോപണങ്ങളുടെ കേന്ദ്രത്തിലെത്തിയിരിക്കുന്നത് കോൺഗ്രസ് വനിതാ നേതാവ് ഷാനിമോൾ ഉസ്മാനാണ്. പ്രവാസികളുടെ സ്വപ്ന സമ്പാദ്യം കൊണ്ട് വാങ്ങിയ അപ്പാർട്ട്മെന്റുകൾ പോലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കൈക്കലാക്കിയെന്ന ഗുരുതര ആരോപണങ്ങളാണ് ഷാനിമോൾക്കെതിരെ പുറത്തു വരുന്നത്. കോൺഗ്രസ് വനിതാ നേതാവ് ഷാനിമോൾ ഉസ്മാൻ കർണാടകയിൽ ഫ്ളാറ്റ് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയുമായി ഒരു കൂട്ടം പ്രവാസികൾ എത്തിയിരിക്കുകയാണ്. മകളുടെ പേരിൽ ഫ്ളാറ്റ് വാങ്ങിയ ശേഷം മറ്റു താമസക്കാരുടെ അപ്പാർട്ട്മെന്റുകൾ കൂടി കയ്യേറിയെന്നാണ് ഷാനിമോൾക്കെതിരെ ഉയരുന്ന ആരോപണം. ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടുന്ന ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രവാസികൾ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴാണ് ഈ ആരോപണവും ഉന്നയിച്ചത്. 20 മുറികൾ എടുത്ത ശേഷം മറ്റു ഫ്ളാറ്റുകൾ കയ്യേറിയെന്നും അവകാശികളെ ഭീഷണിപ്പെടുത്തി ഒഴിപ്പിക്കുന്നുവെന്നും അവർ ആരോപിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്നും KC വേണുഗോപാലിനും VD സതീശനും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നുമാണ് പരാതിക്കാർ പറയുന്നത്. ഫ്ളാറ്റിന്റെ അവകാശം ഗുണ്ടായിസം ഉപയോഗിച്ച് ഷാനിമോൾ കൈക്കലാക്കി. പ്രവാസികളെ ഫ്ളാറ്റിൽ നിന്ന് ഇറക്കി വിട്ടു. കർണാടകയിലെ രാഷ്ട്രീയ സാഹചര്യം ഉപയോഗിച്ച് പോലീസിനെ സ്വാധീനിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ക്രൗൺ പ്ലാസ എന്ന ഫ്ളാറ്റാണ് കൈവശപ്പെടുത്തിയതെന്നും അനധികൃതമായ രേഖകൾ ചമച്ച് വസ്തുവകകൾ കൈക്കലാക്കിയെന്നും അവർ പറയുന്നുണ്ട്. സർക്കാർ കൂടെയുണ്ടെന്നും പിന്നെ എന്ത് കോടതി എന്ന ധാർഷ്ട്യമാണ് ഷാനിമോൾക്ക്. ഷാനിമോൾക്ക് കർണാടക കോൺഗ്രസ് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയാണുള്ളത്. നീതി ലഭിച്ചില്ലെങ്കിൽ ഷാനിമോളുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് പരാതിക്കാർ പറയുന്നത്. പ്രവാസികളുടെ വിയർപ്പ് പണത്തിൽ പണിത സ്വപ്ന വീടുകൾ പോലും രാഷ്ട്രീയ സ്വാധീനവും ഗുണ്ടായിസവും ഉപയോഗിച്ച് പിടിച്ചെടുക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ വ്യക്തമായി മറുപടി നൽകിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായത്. പരാതികൾ KC വേണുഗോപാലിനും VD സതീശനും നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന ആരോപണം ഉയരുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മൗനം തന്നെ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. അഴിമതിയും ഭൂമി തട്ടിപ്പും കോൺഗ്രസിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമാണോ എന്ന ചോദ്യവും ഇതോടെ വീണ്ടും ഉയരുകയാണ്.